ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഒരു കണക്കൊന്നും അല്ല കേട്ടോ. എല്ലാ ദിവസവും ഓരോ തരത്തിലാണ് ഈവനിങ് ടു മോർണിംഗ് ഒക്കെ പോകുന്നത്. ഇന്നത്തെ ഒന്ന് ഒരു വീഡിയോ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ചേട്ടൻ റീഡിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ചോദിച്ചു, ഇന്ന് നമുക്ക് ഇച്ചിരി പന്നി മേടിച്ചാലോ ഒന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പന്നി മേടിക്കുന്നത്. പന്നിക്കറി ഞാൻ വെക്കാൻ തുടങ്ങുന്നത് ഒരു 1.5 വർഷം മുമ്പാണ് കേട്ടോ. ഒരു ദിവസം പറയാതെ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ചേട്ടനോട് എപ്പോഴും പറയും എനിക്ക് പന്നി വെക്കാൻ അറിയില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴുകിയൊക്കെ വൃത്തിയാക്കി മറ്റേ ഇറച്ചി പോണക്കൊന്നും അല്ലല്ലോ, ഇതിനൊരു സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടത് വറുത്തല്ല, അതൊരു തോർത്തി എടുത്തില്ല, ഒരു ഫ്രൈ രൂപത്തിൽ എടുത്തില്ലെന്നുണ്ടെങ്കിലും ഇതിന് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ചേട്ടൻ പറയാതെ മേടിച്ചുകൊണ്ട് തന്ന കേട്ടോ അത്. അങ്ങനെ ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോത്ത് വെക്കുന്നതിലും ചിക്കൻ വെക്കുന്നതിലും ഒക്കെ നല്ല പോണക്ക് ശരിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥിരം വെക്കുമായിരുന്നു. പക്ഷേ ഞാൻ വെക്കുമെങ്കിലും ഞാൻ കഴിക്കുന്ന കുറവായിരുന്നു കേട്ടോ. എനിക്ക് നമ്മൾ തന്നെ ഇത് കഴുകി പെറുക്കിയൊക്കെ റെഡിയാക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കങ്ങോട്ട് ഞാൻ അധികം അങ്ങനെ കഴിക്കത്തുമില്ലായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ മേടിക്കാതിരിക്കുമായിരുന്നു. ഇനി ഈ സമയത്ത് ശരിക്കും ഞാൻ ഒട്ടും കഴിക്കത്തില്ലായിരിക്കും എന്ന് ഓർത്തുകൊണ്ടാണ് ചേട്ടൻ അത് മേടിക്കാഞ്ഞതും. അപ്പോൾ ഈ പ്രാവശ്യം ചോദിച്ചിട്ട് നമുക്കൊന്ന് പന്നി വെച്ച് നോക്കിയാലോ, നീ കഴിക്കുമോ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് മേടിച്ചത്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കഴുകിപ്പെറുക്കി എല്ലാം വൃത്തിയാക്കിയതെല്ലാം അമ്മച്ചി ആയതുകൊണ്ടും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ കപ്പ വേവിച്ചതും അതുപോലെ തന്നെ പന്നിക്കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിനുള്ളതെല്ലാം റെഡിയാക്കി എല്ലാം ഞുറുക്കി തന്ന് എല്ലാം കഴുകി പെറുക്കി എടുത്തു. സബോള എല്ലാം അരിഞ്ഞു വെച്ചു. ഇതെല്ലാം റെഡിയാക്കി തന്ന അമ്മച്ചിയാണ്. പിന്നെ വീഡിയോയ്ക്കകത്ത് വരാൻ എല്ലാവർക്കും എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്തോട്ട് ആരെയും കാണാറില്ല. ചേട്ടൻ വന്നിട്ട് ടൗണിൽ വരെ പോയേക്കാണ്, അല്ലെങ്കിൽ ചേട്ടനെ ഇടയ്ക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ കാണേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി തന്നിട്ട് നീ വീഡിയോ എടുക്കുമല്ലേ, അപ്പം നീ ചെയ്തു. ഞാൻ കറി വെക്കുന്നത് ഞാനാണ്. അപ്പോൾ ബാക്കി എല്ലാം അമ്മച്ചി റെഡിയാക്കിയിട്ട് പൊന്നപ്പൻ്റെ കൂട്ടത്തിൽ എന്തോ കളിയും ബഹളമായിട്ടിരിക്കുകയാണ് അമ്മച്ചി. അപ്പോൾ എന്താണെന്നറിയില്ല, എല്ലാവർക്കും ക്യാമറയുടെ മുന്നിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും പിന്നാമ്പുറത്ത് നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടിട്ടാണ് ആരും വീഡിയോയിൽ കാണാത്തത്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ പന്നിയുടെ വെള്ളം പറ്റിച്ചിട്ട് നെയ്യ് എടുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം പറ്റിക്കാൻ വേണ്ടി വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറുകപ്പട്ടയും അതുപോലെ ഒരു 2-3 ഏലക്കയും പിന്നെ കറിവേപ്പിലയും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, വെള്ളം പറ്റുന്ന കൂട്ടത്തിൽ തന്നെ ആ ഒരു സ്മെല്ലും കുറേ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഈ കറുകപ്പട്ടയുടെയൊക്കെ ഒരു സ്മെല്ല് കൂടുതൽ മുന്നിൽ നിൽക്കുമല്ലോ, അതുകൊണ്ടിട്ട് അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സബോള ഇപ്പുറത്ത് ഞാൻ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബോള നല്ല മുണക്ക് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് പൊടി മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ പന്നിക്കറി വെക്കുന്നതിൻ്റെ റെസിപ്പി നേരത്തെ നമ്മുടെ ചാനലിൽ ഒത്തിരി ആയിട്ട് ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർ അതൊന്ന് നോക്കുക കേട്ടോ. അങ്ങനെ കണ്ട പന്നിക്കകത്ത് വെള്ളം മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം വെള്ളം മുഴുവൻ ഇറങ്ങിയിട്ട് നെയ്യ് ഉരുകി തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടിയില്ലേ, സബോളയ്ക്കകത്ത് മൂപ്പിച്ച് വെച്ചേക്കുന്നത്, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളിത് വേകാൻ വേണ്ടി വെക്കണമേ. അപ്പം ഇവിടെ വേണ്ട 2 പേര് ഭയങ്കര കളിയാണ്. ഒരാൾ ക്രയോൺസ് വെട്ടി പാത്രത്തിലിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് കലക്കുകയാണ് കേട്ടോ. അതിന് കൂട്ടിനെ അമ്മച്ചയും പിടിച്ചിട്ടുണ്ട്. 2 പേരുടെ അവിടെ ഭയങ്കര പരിപാടിയാണ്. അപ്പം ഞാൻ അത് അടുപ്പത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി വന്നിന് ഇത് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് അടുപ്പത്ത് വെക്കാമെന്ന് പറഞ്ഞു. ഇത് വെന്ത് കറി വേകുമ്പോഴത്തേക്ക് കപ്പയും വെന്ത് ആ ചൂടോടെ അങ്ങ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ എനിക്ക് പച്ചക്കപ്പ കഴിക്കത്തില്ല, എനിക്ക് ഉണക്കപ്പ വേവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ നെയ്യ് ഉരുകി തുടങ്ങിയല്ലോ, അതിനകത്തോട്ട് ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെള്ളം പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ, ഇറച്ചി വേകാൻ തുടങ്ങിയിട്ടില്ല. ഇനിയാണ് ഇറച്ചി വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പം ഞാൻ ആ വെള്ളം എല്ലാം പറ്റി കഴിഞ്ഞില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വേവുണ്ടായിരുന്നു ഇറച്ചിക്ക്, കുറച്ച് മൂത്ത ഇറച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അത് വേവിക്കാൻ വെച്ചു. ഇതുകൊണ്ട് ഇപ്പുറത്ത് കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പൊന്നപ്പൻ അടുത്ത പരിപാടിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ സ്കൂളിൽ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടൊക്കെ വെച്ചാൽ നിന്നങ്ങ് കളിച്ചോളും. അപ്പം ഇന്ന് ആദ്യം പഠിപ്പിച്ച സ്റ്റെപ്പാണ് ഈ കളിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ തൊട്ട് തൊടുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ശ്രദ്ധിച്ചത്, കാല ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടാണല്ലോ തൊട്ട് തൊഴുതേന്നുള്ളത്. അന്നേരം കണ്ടിരുന്നേ ഞാൻ പറഞ്ഞതിനെ ചെരുപ്പ് ഉരിയിടാനായിട്ട്. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചതും. കഴിഞ്ഞ ദിവസം ചേട്ടൻ ഈ മാങ്ങാപ്പഴം മേടിച്ചുകൊണ്ട് വന്നാൽ നല്ല മധുരം, തേൻ മധുരമുള്ള മാങ്ങാപ്പഴമായിരുന്നു. അപ്പം പൊന്നപ്പം വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനകത്തുനിന്ന് ഒരു 2-3 എണ്ണം എടുത്ത് കഴിച്ചതല്ലാതെ ബാക്കി കഴിച്ചതേ ഇല്ല കേട്ടോ. ഇപ്പോൾ എന്നും മാങ്ങാപ്പഴമൊക്കെ ഉള്ളതുകൊണ്ടിട്ടാന്ന് തോന്നുന്നു വലിയ കോളില്ല. അല്ലാത്തപ്പോഴാണെങ്കിൽ മാങ്ങാപ്പഴം മേടിക്കണം എന്ന് പറഞ്ഞു വിടുന്ന ആളാണ്. ഇപ്പോൾ വലിയ കോളില്ലായിരുന്നു അതിനോട്. പിന്നെ എനിക്കും അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര മധുരമല്ലായിരുന്നു. പിന്നെ അമ്മച്ചി 2-3 എണ്ണം പേർക്ക് കഴിച്ചതേ ഉള്ളൂ. ഇതാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നുള്ളൂ. കഴുകാനുള്ളതെല്ലാം കഴുകി, കുഞ്ഞിനുള്ള തുണികളെല്ലാം കഴുകി ഉണക്കി എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ എടുത്ത് വെച്ചാൽ മാത്രം മതി. പക്ഷേ ഇനിയിപ്പോൾ നാളെയോ നാളത്തെയോ ആയിട്ട് എല്ലാം പെറുക്കി വെക്കണം. അപ്പോൾ അതിനുള്ളതെല്ലാം റെഡിയാക്കി ആ മുറിക്കകം മുഴുവൻ അകപ്പാടെ ഇരിക്കുകയാണ്.
അപ്പോൾ ഇതേണ്ട ഇവിടെയാണെങ്കിൽ ചക്ക വെന്ത് അമ്മച്ചി ചക്കയല്ല കേട്ടോ, എപ്പോഴും ചക്ക വേവിക്കുന്നതുകൊണ്ട് ചക്കയെന്നേ വായി വരത്തുള്ളൂ. കപ്പ വെന്ത് വേണ്ട നമ്മൾ അരപ്പിട്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അമ്മച്ചി. അതുപോണക്ക് തന്നെ പന്നി ഉണ്ടല്ലോ, നല്ല പോണക്ക് ഒരുവിധം പെരളനായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാക്കും തോറും അത് നല്ല പോണക്ക് ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുവേ. അപ്പോൾ ഇവിടെ ഈ ഒരു പരുവത്തിലാണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ വേവിച്ചതും പന്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ ഇത് നല്ല സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഈ കഴിക്കുന്ന വീഡിയോ ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും കഴിക്കുന്ന ഓരോ സ്റ്റൈലാണ്. അത് എല്ലാവർക്കും ഒന്നോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് ഓരോരോ രീതിയിലല്ലേ ഓരോരുത്തരും കഴിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ അതൊന്നും കാണിക്കാത്തത് കേട്ടോ. പിന്നെ വേണ്ടി ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റപ്പോൾ ഇച്ചിരി താമസിച്ചായിരുന്നു. ഇന്ന് പൊന്നപ്പന് ക്ലാസ് ഇല്ല. പിന്നെ അമ്മച്ചിക്കും ചേട്ടനും മാത്രം പോയാൽ മതി. അപ്പോൾ തലേദിവസം പന്നി വെച്ചതും കപ്പയൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എല്ലാവർക്കും ചപ്പാത്തി ആക്കാം. കപ്പ വൈകുന്നേരത്തേക്കൊക്കെ എടുക്കാം. കാരണം രാവിലെ ഈ കപ്പ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണെന്ന് പറയത്തില്ലേ, അതുകൊണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മച്ചി ബാക്കി എല്ലാ പണികളെല്ലാം തീർത്തിട്ട് ഒരുങ്ങാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ വന്ന് ചപ്പാത്തിക്ക് അടുപ്പത്ത് വെക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ രാവിലെ ഈ പ്രാവശ്യം ചെന്നപ്പോഴാണ് ഡോക്ടർ കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, ആ ഒരു ഫുഡ് റൊട്ടീനൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ രാവിലെ ഒരു 8 മണിക്കോ 8:30 ആകുമ്പോഴത്തേക്ക് ചായയും ബിസ്ക്കറ്റോ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ദോശയോ ഒക്കെ ലൈറ്റായിട്ട് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10:30 ആകുമ്പോഴത്തേക്കാണ് അടുത്ത കഴിക്കാൻ പറഞ്ഞേക്കുന്നത്. 2 മണിക്കൂർ ഇടവിട്ട് ഫുഡ് കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊന്നപ്പം പോകുമ്പോൾ 9 മണിയാവും. അത് കഴിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു 9:30 ആവും ഭക്ഷണം കഴിക്കുമ്പം. നമ്മൾ അങ്ങനെ ശീലിച്ചുകൊണ്ട് നമുക്ക് രാവിലെ തൊട്ട് എഴുന്നേറ്റ് വരുമ്പോട്ട് വിശപ്പും ഇല്ലതാനും. അതുകൊണ്ടിട്ട് അപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ തന്നെ ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് ഞാൻ എന്നിട്ട് ചായയും അതുകൊണ്ടൊക്കെ തന്നെ ബിസ്ക്കറ്റും കൂടെ കഴിക്കാം. ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ പ്രാവശ്യം ഇത്രയധികം ഫുഡ് റൊട്ടീനൊക്കെ പറഞ്ഞു തന്നുകൊണ്ടുണ്ടല്ലോ എൻ്റെ ഷുഗർ ടെസ്റ്റിനകത്ത് അത് നല്ലതുപോണക്ക് കാണാനും ഉണ്ടായിരുന്നു. കാരണം നല്ല പോണക്ക് എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ശകലം കൂടുതലുണ്ടായിരുന്നെങ്കിലും ഈ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞ പോണക്കൊക്കെ നമ്മൾ ഫോളോ ചെയ്തപ്പോഴത്തേക്ക് എനിക്കത് കറക്റ്റായിട്ട് ആ ഒരു ഷുഗർ കൺട്രോളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുമായിരുന്നത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഷുഗർ കറക്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അമ്മച്ചി കണ്ട് പോകാനെല്ലാം റെഡിയായി വന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇരുന്ന് കഴിക്കാൻ സമയമില്ലെന്നും പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പൊന്നപ്പൻ എഴുന്നേറ്റ് വന്ന് ഇവിടെ കിടപ്പുണ്ട്. പൊന്നപ്പൻ ഇച്ചിരി താമസിച്ചൊക്കെ കഴിക്കത്തുള്ളൂ, പോകുമൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ അമ്മച്ചി പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ട് ആ വഴി വീട്ടിൽ വരെ പോകും, എന്നിട്ട് നാളെ രാവിലെ ഇങ്ങ് വന്നേക്കാം. അപ്പോൾ ചോറും കറികളും എല്ലാം ഇരിപ്പുണ്ട്, ചോറൊക്കെ തിളപ്പിച്ചൂറ്റാനുണ്ട്, ഇന്നത്തേക്കുള്ള എല്ലാം ഉണ്ട്. അപ്പം എല്ലാം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മച്ചി കണ്ട് പോകുന്നുണ്ട്. പൊന്നപ്പൻ ആ പുറകിന് മണ്ടേ വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ നിൽപ്പുള്ളതുകൊണ്ടാണ് കയറി പോകുന്നത്, അല്ലാതെ തന്നെ ഒന്നും അങ്ങോട്ട് കയറി പോകുന്നൊന്നും അല്ല കേട്ടോ. പിന്നെ വേണ്ട ചേട്ടനും റെഡിയായി പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം പോകാറായപ്പോഴത്തേക്ക് ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മഴക്കോളും കയറി വരുന്നുണ്ട്. അതുകൊണ്ടെന്നാൽ പിന്നെ കോട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് പോയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെളിവ് വരും, അത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മഴ പെയ്യും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈവനിങ് ടു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ സ്കൂളിൽ പോകേണ്ട ദിവസം ഇങ്ങനെയല്ല കേട്ടോ, ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.